എനിക്ക് കയറാൻ പേടിയാടാ, എനിക്ക് പേടിയാടാ. അവിടെ നോക്കാം. ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുവാടാ പറയാനൊരു നാവിലൊരു ഇത് ഉളുക്ക്. ഞാനേ ആൽസൂട്ടനെ കൊണ്ടേ ടൂർ പോവാന്ന് കേട്ടോ. എങ്ങോട്ടാന്നറിയാവോ? വണ്ടർല. നമ്മുടെ തൊടുപുഴയിൽ ഒരു വണ്ടർല വന്നിട്ടുണ്ട്. അവിടെ പോവാണ്. മറൈൻ എക്സ്പോ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കടലിന്റെ അടിയിൽ കൂടി നടക്കാം, പിന്നെ ആകാശ ഊഞ്ഞാലിൽ കയറാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മൾ നാളെ സ്കൂൾ തുറക്കണതിന് മുമ്പ് നമ്മുടെ ആൻസുകുട്ടനെയും കൊണ്ട് നമുക്ക് ഒരു ക്രിസ്മസ് വെക്കേഷൻ്റെ ഒരു അടിപൊളിയായിട്ട് പോകാനായിട്ടില്ലടാ. ഇങ്ങ് വന്നടാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അങ്ങോട്ട് പോവുകയാണേ. പോയിട്ട് വേഗം ഓടിപ്പാഞ്ഞ് വരാട്ടോ. എന്താണെങ്കിലും നമ്മൾ ബസ് കയറി, ബസ്സിനാണ് കേട്ടോ പോകുന്നത്, ഓട്ടോയ്ക്കൊന്നും അല്ല പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് വണ്ടി അവിടെ നിന്ന് എവിടെന്നെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിക്കുന്നു. അല്ല, എത്ര ദൂരേക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ തൊടുപുഴ ടൗണിലും അല്ലെന്നേ, ടൗണും കഴിഞ്ഞ് പിന്നെയും പോകണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോൾ പോയിട്ട് വരാവേ കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ മറൈൻ എക്സ്പോയിലെത്തി. തൊടുപുഴ വെങ്ങല്ലൂർ ബൈപ്പാസിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നു. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ പാസ്. അപ്പോൾ ഒരു പുൽക്കൂടും ഉണ്ണീശോയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. രാജാക്കന്മാരൊക്കെ അവിടെ മറിഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറി ചെല്ലുന്ന ഒരു എൻട്രിയാണിത്. അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ സ്വന്തം APJയുടെ വീടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആർട്ട് ഗാലറി പോലെയുള്ളൊരു സംഭവമായിരുന്നു. കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടത് APJ അബ്ദുൽ കലാമിൻ്റെ വീടിൻ്റെ മാതൃകയാണ് കേട്ടോ. എന്താണേലും ഇത് കാണാൻ പറ്റിയത് വളരെ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മളേതായാലും തമിഴ്നാട്ടിൽ പോയിട്ട് അത് നേരിട്ട് കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്കതിന് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷം തോന്നി. ആൻസൂട്ടനൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ റോക്കറ്റ് മിസൈലുകളൊക്കെ ആൻസൂട്ടനും കണ്ടിട്ടില്ലല്ലോ. അപ്പം ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ആൻസൂട്ടനൊരു ഭയങ്കര സന്തോഷം കണ്ടു. ആൻസൂട്ടൻ്റെ സന്തോഷമല്ലേ കൂട്ടുകാരെ നമ്മുടെ ഈ സന്തോഷം. അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് പേര് ഓടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബിന്ദു ബിന്ദു എന്നുള്ള വിളി കേട്ടിട്ടുണ്ടായിരുന്നു. ആൻസൂട്ട എന്നുള്ള വിളി കേട്ടിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടനങ്ങ് ഹാപ്പി ആയിപ്പോയി. അപ്പം ഈ ഭാഗത്തൊക്കെ വെച്ചേ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫോണ് താഴെ പോയപ്പോഴേ ആൻസൂട്ടന് ഓടിപ്പോയി എടുത്തു കൊടുത്തേ. ആരും പറഞ്ഞു ഒന്നുമില്ല കേട്ടോ. അന്നേരം എൻ്റെ കൂടെ വന്നേക്കുന്ന പെങ്കൊച്ചു പറയും, അയ്യോ ഇതൊരു യൂട്യൂബറാന്ന്. ഞാൻ ആകെ മൊത്തം ചമ്മിപ്പോയി, സത്യം പറയാലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കടന്നത് ഇതുപോലെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഇടയ്ക്ക് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് ഇത് ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആകെ പരിചയം ഉണ്ടായിരുന്ന 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. മിക്കിയും ഉണ്ടായിരുന്നു, മൗസും ഉണ്ടായിരുന്നു. 2 പേരെയും എനിക്ക് പണ്ട് മുതലേ നല്ല പരിചയമായിരുന്നു. ബാക്കി ആരെയും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഏരിയയിലുള്ള എല്ലാ കൂട്ടുകാരെയും ആൻസുകൂട്ടനെ നല്ല പരിചയമായിരുന്നു. സിംബ സൂമ്പ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണോ ആവോ. ഏതായാലും ആൻസുകൂട്ടനറിയാം ഇത് ആരൊക്കെയാണെന്ന്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടുണ്ടായി കാണൂല്ലേ. ഞാനതാ ചിന്തിച്ചത്. ഇതൊക്കെ മേക്ക് ചെയ്യാനും ഇതൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ എടുത്ത ആ ഒരു എഫേർട്ട്, അതിനെ നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ. ഇത്രയൊക്കെ കാശ് ഇതിൽ നിന്നും ലാഭം കിട്ടും എന്നൊക്കെ മാറ്റി വെച്ച് നോക്കിയാൽ പോലും ഇതിൻ്റെ പിന്നിലുള്ള കുറേ എഫേർട്ട് ഉണ്ടല്ലോ. ഇതുണ്ടാക്കിയവർ, ഇതിവിടെ വെച്ചവർ, ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പണാക്കി കൊടുക്കാൻ വേണ്ടി കുറേ നാൾ കഷ്ടപ്പെട്ടവർ, 1 മാസത്തോളം എങ്ങാണ്ട് എടുത്തിട്ടാണിത് പണി പൂർത്തിയായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിയുമ്പം ഇത് ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റപ്പെടും എന്നറിയുമ്പം ഉള്ളൊരു സങ്കടമുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അത് കാണാൻ പറ്റും. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. വലിയൊരു സംഭവമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
അതെനിക്കറിയത്തില്ല. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങളൊക്കെ അങ്ങോട്ട് ആസ്വദിക്കണമെന്നേ. അല്ലാതെ നമ്മളിലേക്ക് വേറെ അതിലും നല്ലത് വരും എന്നോർത്ത് നമ്മൾ മാറിയിരിക്കരുത്. ചിലപ്പോൾ ഇതിലും ഇതായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ടത്. അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഇടയ്ക്ക് നിന്ന് നമ്മൾ ഫോറസ്റ്റിലെ കുറച്ച് റിയാലിറ്റിയിലേക്കാണ് കടന്നത്. ആനയും കുതിരയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആനയൊന്നും അല്ല, ഇത് ആഫ്രിക്കൻ ആനകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയത് അവിടെയുള്ളൊരു മൈൻഡ് സെറ്റുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പിന്നെ നമ്മുടെ ഗോറില്ല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഗോറില്ലയുടെ ഒരു കണ്ണ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഒരു കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. ഒരു കണ്ണ് മീനിൻ്റെ കണ്ണ് പോലെ ഇങ്ങനെ തുറന്ന് തന്നെ ഇരുന്നു. ഒരു കണ്ണ് മാത്രം അടച്ച് എല്ലാവരെയും നോക്കി സൈറ്റ് അടിച്ച് ഗോറില്ല ഇങ്ങനെ മാറത്ത് അടിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവരൊക്കെ അനങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വായിലേക്ക് നോക്കണം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ചെന്ന് ഞങ്ങൾക്ക് ഫുള്ള് വായി നോട്ടമായിരുന്നു. ഇവരൊക്കെ അനങ്ങുന്നത് കാണാൻ, ഇവരുടെ നാവ് അനങ്ങുന്നത്, പല്ല് അനങ്ങുന്നതൊക്കെ കാണാൻ. എന്താണേലും ഇതൊക്കെ കറണ്ടിൻ്റെ കളിയല്ലേ കൂട്ടുകാരെ. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയത് കുറേ അക്വേറിയങ്ങൾ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്കായിരുന്നു. പലതരത്തിലുള്ള മീനുകൾ കേട്ടോ. അപ്പോൾ അത് ആ മീൻ വന്ന് ആൻസൂട്ടനൊരു ഉമ്മ കൊടുത്തിട്ട് പോയി. എന്തോ നേരത്തെ പരിചയമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ലേ. അങ്ങനെ കുറേ അക്വേറിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്വേറിയമൊക്കെ വീട്ടിൽ വെക്കാനായിട്ട്. പക്ഷേ എനിക്ക് മീനിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചെറിയ ചെറിയ അക്വേറിയങ്ങൾ വാങ്ങി വെച്ചിട്ട് അതിനകത്തുള്ള മീനൊക്കെ അങ്ങ് ചത്തുപോയി. അതുകൊണ്ട് 2 എണ്ണം ഉണ്ടായിരുന്നേ. പക്ഷേ 2 കുഞ്ഞ് ബൗള് പോലെയുള്ള അക്വേറിയം കിട്ടത്തില്ലേ, കയ്യിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ. അതിലെനിക്ക് വെള്ളം മാറാനോ എന്താ സംഭവം എന്നൊന്നും സത്യം പറഞ്ഞാൽ ഈ ഒരു മീനിൻ്റെ പരിപാടി മാത്രം അറിയത്തില്ല. ഇത് പിരാന വൈറ്റ് മത്സ്യമാണ് കേട്ടോ. പിരാന ആളെ കൊല്ലി മീനെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ആൻസൂട്ടൻ പറയും ഇത് ശരി പിരാനയൊന്നും അല്ലയെന്ന്. ആൻസൂട്ടൻ ഈ CID വെബ് സീരീസ് സീരിയലൊക്കെ കാണുന്നത് കൊണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ പിരാന വെച്ചൊക്കെ കില്ലർമാർ ആളുകളെ കൊല്ലും. പിന്നെ അതൊക്കെ കണ്ടുപിടിക്കാൻ CID വരും. അപ്പോൾ ആൻസൂട്ടൻ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര നിശ്ചയമാണ് കേട്ടോ. പലതരത്തിലുള്ള മീനുകൾ കണ്ടിട്ട് കൊതിയായി. ഇതിനെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ തോന്നി കേട്ടോ. സത്യം പറഞ്ഞാലേ നമ്മളിങ്ങനെ കൈയിട്ട് തട്ടുമ്പോൾ ചില മീനുകളൊന്നും പേടിയില്ലാതെ ഓടി ഓടി വരും. എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഈ മീനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് പണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് സൈക്കിളിൽ കൊട്ടയിൽ വെച്ച് വിൽക്കാൻ വരുന്ന ആൾക്കാരെയാണ്. കാരണം കോഴിക്കുഞ്ഞുങ്ങളെ കാക്ക എടുക്കാതിരിക്കാൻ മഞ്ഞ, പച്ച, നീല, ചുവപ്പ് അങ്ങനെ പല കളറടിച്ചേ കൊണ്ടുവരുന്നേ. ആ മീനെ കണ്ടു കഴിഞ്ഞപ്പം അതുപോലെ എനിക്ക് തോന്നി. ഈ മീനെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല പട്ടാളക്കാരുടെ ഡ്രസ്സ് പോലെയൊക്കെയല്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വിഡോ മത്സ്യം. ഞാൻ ചോദിച്ചേട്ടാ ഇത് ഫുള്ള് വിഡോസാണോ എന്ന്, വിഡോസിനെ മാത്രം എടുത്തിട്ടതാണോ എന്ന് ആൻസൂട്ടനോട് അങ്ങ് ചോദിക്കുമായിരുന്നു. പിന്നെ ഇത് കണ്ടോ, പിടിച്ച ഒരു മീനെ കണ്ടോ, പാവം അതിന് അപ്പടി അസുഖമാണെന്ന്. അതിന് പ്രായമായൊരു മുത്തശ്ശനോ ആയ മീനാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരിങ്ങനെ ഓടി അടക്കുന്നുണ്ടായിരുന്നു. ആളുകളെയൊക്കെ കണ്ട് ഇവർക്ക് പരിചയമായി കാണും. അവർക്കും തോന്നിക്കാണും ഇത് സീബ്ര മീനോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. സിക്കിൾഡ് എന്നായിരുന്നു പേര്. എന്താണേലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും വെറൈറ്റി മീനുകൾ ഞാൻ ഇതിൻ്റെ ഷോപ്പിൽ പോലും ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മീനുകളിലെ മാലാഖമാരാണ് ഈ പാറിപ്പറന്ന് നടക്കുന്നത്. പക്ഷേ ആകാശത്തുകൂടി പാറാൻ പറ്റത്തില്ല, വെള്ളത്തിൽ കൂടിയേ പാറാൻ പറ്റത്തുള്ളൂ. ആകാശത്തുകൂടി പാറിയിട്ടുണ്ടെങ്കിൽ മാലാഖമാരൊക്കെ മയ്യത്തായി പോകും. എന്തോ പറയാനാന്ന് പറ. പിന്നെ ഇതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി മീനുകൾ കേട്ടോ. സത്യം പറഞ്ഞ ഇതൊരു അക്വാ ഷോയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് മീനിൻ്റെ വൈവിധ്യങ്ങളുണ്ടായിരുന്നു. ഇത് ഏറ്റവും വലിയ പേടിത്തൊണ്ടനായിരുന്നു കേട്ടോ. ആളുകളെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഗ്ലാസ്സിലേക്ക് പോയി ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നാൽ ഞങ്ങൾക്കധികം പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന കുറച്ച് മീനുകളും ഉണ്ട്. അപ്പോൾ ചിലരുടെ ഒന്നും പേരുകളൊന്നും അവിടെ എഴുതി വെച്ചിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഓരോ മീനുകൾക്ക് ഓരോ രാമു, രാജു, രാധ ഇങ്ങനെയൊക്കെ പേരുകൾ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇതുപോലെ ഒരു ടണലിലേക്കാണ് കയറിയത്. അപ്പം നമുക്ക് 2 സൈഡിലും മുകളിലുമായിട്ട് ഇങ്ങനെ ടണൽ പോലെ
അക്വേറിയം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു വേറെ വ്യത്യസ്തമായ വേറൊരു അനുഭവം. ഇതാണ് കടലിനടിയിലൂടെയുള്ള ഒരു യാത്ര എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ കൂട്ടുകാരെ. ആൻസൂട്ടൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടൻ മീനെ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തോടെ ഓടി ഓടി നടക്കുന്നുണ്ടായിരുന്നു. ദേ ആ മീൻ, ഈ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നിയേ. ഒരുപാട് വെറൈറ്റി മീനുകൾ, ഒരുപാട് പേര് അവിടെയൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, കുട്ടികളൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. കാരണം നമ്മുടെ ഇവിടെയൊന്നും ഇതുപോലെയൊന്നും വരാറില്ലല്ലോ. ഇനിയിപ്പോൾ അഥവാ നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ കോട്ടയത്ത് ഇതുപോലെയൊക്കെ വരാറുണ്ട്, അതുപോലെ എറണാകുളത്ത് വരാറുണ്ട്. അവിടെയൊക്കെ പോകേണ്ടി വരത്തില്ലേ. എല്ലാവർക്കും അത്രയും ദൂരേക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം വന്നു കഴിഞ്ഞപ്പം എല്ലാ ആളുകളുടെ മുഖത്തും ഒരു കൗതുകമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും നമ്മൾ ഇറങ്ങിയത് നേരെ സ്റ്റാളുകളാണ് കേട്ടോ. ബുക്ക് സ്റ്റാള്, അതുപോലെ കട്ടിൽ വിൽക്കുന്നത്, ഫർണിച്ചർ സ്റ്റാള്, അങ്ങനെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. കളിപ്പാട്ടത്തിൻ്റെ ഏരിയയിലേക്ക് ആൻസൂട്ടനൊന്ന് വന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻസൂട്ടാ അങ്ങനെ എല്ലാ ഏരിയയിലേക്കും കടന്നേക്കരുതിട്ടൂടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ട് അങ്ങനെ അങ്ങ് പോയി. പുൽത്തൈലങ്ങൾ, അങ്ങനെ തൈലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പതുക്കെ എന്നെ ഇവരെല്ലാവരും കൂടി അങ്ങ് മാടി വിളിച്ചു, നമ്മുടെ പഴയ കാല മിഠായികൾ. അപ്പോൾ എനിക്ക് എവിടെ നിന്നാണ് ഈ മിഠായിയൊക്കെ കിട്ടിയേന്ന് ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ട് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടി ദാ ഇവിടെ നിന്നുമാണ് കേട്ടോ എത്ര തരത്തിലുള്ള പണ്ടത്തെ മിഠായികളായിരിക്കുന്നത്. ഇതിൽ നാരങ്ങ മിഠായി, ജീരക മിഠായി ഇതൊന്നും ഞാൻ എടുത്തില്ല. ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോഴും കടയിൽ കിട്ടുമല്ലോ. അതുപോലെ കപ്പലണ്ടി മിഠായി, മാക്രോണി, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഈ മിച്ചർ പോലെയുള്ള സംഭവമില്ലേ, പിന്നെ തേൻ മിഠായി, ഇതൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കാതിരുന്നത്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കാണാതിരുന്ന കുറച്ച് മിഠായികളാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, പണ്ടത്തെ പഴയ കാലത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരെയൊക്കെ ഓർത്തു, സ്കൂളിൽ പഠിച്ച കാലഘട്ടങ്ങളൊക്കെ ഓർത്തു, ഈ മിഠായികളൊക്കെ വാങ്ങിയ കാര്യങ്ങൾ ഓർത്തു, ഈ മിഠായികളൊക്കെ തന്ന ആ കടക്കാർ ചേട്ടന്മാരെയൊക്കെ ഓർത്തു. പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല കേട്ടോ. അന്ന് അപ്പൂപ്പന്മാരൊക്കെ ആയിരുന്നവരൊന്നും ഇപ്പം വെറും ഓർമ്മകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിച്ച കാലഘട്ടങ്ങൾ, കളിച്ച് നടന്ന കാലഘട്ടങ്ങൾ, ഇതൊക്കെ ഓർത്തു. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കൂട്ടുകാരി കൊച്ചിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവളും ഹസ്ബൻഡും കുട്ടിയും കൂടി മറൈൻ എക്സ്പോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നിട്ട്. എൻ്റെ കുഞ്ഞുനാളിലെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ കുറേ പിള്ളേരുണ്ടായിരുന്നു അയൽപ്പക്കത്തെ വീടുകളിലൊക്കെയുള്ള. അപ്പോൾ ഒരു മമ്മി പപ്പ എന്ന് ഞങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു ഫാമിലി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നേ, മമ്മിയും പപ്പയും. ഈ കുട്ടികളെല്ലാം അവരുടെ വീട്ടിലായിരുന്നു. ഈ മമ്മിയൊക്കെ എടുത്തുകൊണ്ട് നടന്ന് എല്ലാവരെയും വളർത്തിയതാണ് കേട്ടോ. അന്ന് മമ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ മമ്മിക്കൊക്കെ 10, 35, 33 വയസ്സൊക്കെ ഉള്ളെന്ന് ഓർക്കണം. അപ്പം അന്നത്തെ ആ ഒരു കൂട്ടുകാരി കൊച്ചിനെയൊക്കെ കണ്ടു, അവരെയൊക്കെ ഓർത്തു, പഴയ മമ്മിയും പപ്പയും എല്ലാവരെയും ഓർത്തു. കണ്ടോ പഴയകാല മിഠായികൾ, നൊസ്റ്റാൾജിയ, ഏതെടുത്താലും 20 രൂപ എന്ന് കണ്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും പോന്നു. വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണ് പതുക്കെ ഒന്ന് ഉടക്കി, പതുക്കെ അങ്ങോട്ടൊന്ന് നീങ്ങി നോക്കിയപ്പോൾ പല വെറൈറ്റി വിത്തുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എവിടെ നട്ട് വയ്ക്കും കൂട്ടുകാരെ, ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് കൊണ്ടേ നട്ടാൽ ഇതൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ പല വിത്തുകളും നട്ട് പരീക്ഷിച്ച് തോറ്റ് തുന്നം പാടിയിരിക്കുന്നതാണ്. പക്ഷേ എത്ര തോറ്റാലും നമ്മൾ പഠിക്കത്തില്ല എന്ന് പറയും പോലെ ഇത് കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഞാൻ വാങ്ങും. അങ്ങനെ ഞാനും കുറച്ച് വിത്തുകളൊക്കെ എടുത്തിട്ട്, തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, ചെടുമുരിങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3-4 വിത്തുകളൊക്കെ 50 രൂപയ്ക്കുള്ള വിത്തുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. 5 ടൈപ്പല്ല 4 ടൈപ്പ്. അതായത് ചെടിമുരിങ്ങ ഞാൻ 2 പാക്കറ്റ് എടുത്തു കേട്ടോ. എനിക്ക് മുരിങ്ങയില തിന്നാൻ ഭയങ്കര കൊതിയാണ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ആ മുരിങ്ങയില നട്ട് മുളച്ച് അതിൽ ഇല വന്ന് പറിച്ച് കറി വയ്ക്കും. അങ്ങനെ ഞാൻ 2-3 വർഷം കൂടി മുരിങ്ങയില കഴിക്കും. നിങ്ങൾ നോക്കിക്കോ കൂട്ടുകാരെ, ഇതൊക്കെ മുളച്ചാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല വിത്തുകളാണ് കേട്ടോ. നമുക്ക് ഇവിടെ നടാനുള്ള സൗകര്യം മാത്രമേ ഇല്ല.
അങ്ങനെ അവിടെ നിന്ന് ആൻസൂട്ടന് ഞാൻ കോട്ടൺ ക്യാൻഡിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആൻസൂട്ടനൊക്കെ കഴിച്ച് നടന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പോയപ്പം അവിടെ ഐസ്ക്രീം കണ്ടു. ഞാൻ പറഞ്ഞു, എടാ നീ ഇത് കഴിക്കാതെ എങ്ങനെ ഐസ്ക്രീം വാങ്ങൂടാ കുട്ടാന്ന് ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ അവിടെ തൊടുപുഴയുള്ള മുംതാസ് എന്ന് പറഞ്ഞ ഒരിത്ത്, അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മൾ പിന്നെ റൈഡിങ് ഏരിയയിലേക്കൊക്കെ വന്നു. സത്യം പറഞ്ഞത് കയറി കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ നാണക്കേടായിപ്പോയി. സത്യം പറയാലോ, എനിക്കാണ് ഈ അഡ്വഞ്ചർ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഇതിൽ പോയി കയറിയത്. എന്താണേലും ഇത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ സത്യത്തിൽ. കാരണം ഒരെണ്ണത്തിന് 100 രൂപയാണ് റേറ്റ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ പാസ് എടുത്ത് കയറുന്നത് ഫുള്ളി അക്വാ ഷോയും സ്റ്റാളുകളും കാണാൻ വേണ്ടി മാത്രം. അല്ലാതെ ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ കയറുമ്പം സ്പെഷ്യലായിട്ട് നമ്മൾ പാസ് എടുക്കണം. ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ 200 രൂപയാണ്. ഒരു വീട്ടിൽ നിന്ന് 4 പേര് പോയിട്ടുണ്ടെങ്കിൽ 400 രൂപ ഓരോ സംഭവത്തിലും കയറാൻ കൊടുക്കണം. അങ്ങനെ ആൻസൂട്ടൻ്റെ നിർബന്ധത്തിൽ നമ്മൾ ആകാശ ഊഞ്ഞാലിൽ കയറി കൂട്ടുകാരെ, ജയൻ വീലിൽ കയറി. ഒരു കൂട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഫാമിലി എല്ലാം വേറെ ഒരെണ്ണത്തിലും കയറി. ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയെ കൂട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ജയൻവേലിൽ നിന്നൊക്കെ നമ്മൾ വായുവിലൊക്കെ പറന്ന് നടന്ന് ഇറങ്ങി ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു. ഇവിടെ വെച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയെ കണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ നിന്നപ്പം കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഉമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയോടൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് മിണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് മിണ്ടി, എല്ലാവരോടും തിരിച്ചും മിണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന പോക്കിൽ നമ്മളിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബസ് കയറാനായിട്ട് പോയി. ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും കാണുന്നതാണ് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും തിരിച്ചറിയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണേലും വീഡിയോയിൽ കാണും പോലെയൊക്കെ തന്നെയാണ്. ഫേസൊന്നും മനസ്സിലായി, അല്ലെങ്കിൽ പിന്നെ ആരും തിരിച്ചറിയത്തില്ലല്ലോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് സത്യം പറയാമല്ലോ, എനിക്കാണെങ്കിൽ ഇതുപോലത്തെ കോൺ ഐസ്ക്രീം കഴിക്കാൻ ഒട്ടും അറിയത്തില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അതും വാങ്ങി കഴിച്ച് ഞങ്ങൾ വീണ്ടും പോയി. അപ്പം ആൻസൂട്ടൻ പറഞ്ഞു ആൻസുകൂട്ടന് കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൻസൂട്ടൻ ഞാൻ കളിപ്പാട്ടമൊക്കെ പിന്നെ പോയി വാങ്ങിക്കൊടുത്തിട്ടോ. അപ്പോൾ കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അതാ ഓരോ സംഭവങ്ങളും കണ്ടോ. എനിക്കാണെങ്കിൽ ഇതിലൊക്കെ കയറാൻ പേടിയാണ്. പക്ഷേ നമ്മൾ ഇതിലൊന്നും കയറിയ ഒരു ഫീലൊന്നും നമുക്ക് തോന്നത്തില്ല കേട്ടോ. അത് വേറൊരു സത്യമാണ്. നമ്മൾ താഴേന്ന് നിന്നിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടിയാകും. പക്ഷേ നമ്മളതിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും പേടി തോന്നത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവരും കയറിക്കൊള്ളണം. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ പങ്കിട്ടുകൊള്ളണം. എല്ലാം അനുഭവിച്ചറിയണം. ഇത് കണ്ടോ, ഇതിങ്ങനെ കറക്കി ചെന്ന് വീഴിക്കും. 5 റൗണ്ട് നമുക്ക് തരും. 30 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് ആൻസൂട്ടൻ എന്നോട് പറഞ്ഞു വാങ്ങ 30 ഉള്ളൂ എന്നിട്ട് നമുക്ക് എറിയാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ അതിൽ വലിയ തണ്ടും തടിയും പൊക്കോ വണ്ണോ ഒക്കെ ഉള്ള ആളുകളൊക്കെ നിന്ന് എറിഞ്ഞിട്ടും ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എറിഞ്ഞാൽ ചക്കക്കെട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ മണ്ടയെ കൊണ്ട് തേങ്ങ പോലും ചാടാത്ത എങ്ങനെ ഞാൻ ഇതിലെറിഞ്ഞിട്ട് സമ്മാനം വാങ്ങും. അപ്പം അറിയാത്ത പണിക്ക് പോവാതിരിക്കുകയല്ലേ നല്ലതെന്ന് ഓർത്ത് നമ്മൾ പിന്നെ തിരിച്ചു പോരാനായിട്ട് എക്സിറ്റിൻ്റെ അടുത്തെത്തി. ആൻസൂട്ടന് നല്ല വിഷമം ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ എന്ത് ചെയ്യാം, 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 4:30 കൂടി എത്തിയത്. പക്ഷെ ഇറങ്ങിയപ്പം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എക്സിറ്റ് അടിച്ചു കൂട്ടുകാരെ. തിരിച്ച് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് പോരുകയാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴയിൽ നിന്നൊരു വണ്ടി വിളിച്ചു കേട്ടോ. അങ്ങനെ മുതലക്കടത്തെത്തി. അവിടെ നിന്ന് അരിയൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തി. പിണക്കാണോ മാക്കോ? പിണക്കാണോ മാക്കോ? എൻ്റെ മാക്കോ എന്നോട് പിണങ്ങിയിരിക്കുവാണ് കേട്ടോ കൂട്ടുകാരെ. എന്ത് പറയാ, ഞാനേ ഈ ആനസ് ചേട്ടായിനെ കൊണ്ടേ ഒന്ന് കറങ്ങാൻ പോയതായിരുന്നു വീഗാലാൻഡിലെ. മാക്കോ ബീഫ് വരാട്ടാ. ബാസ്ക്യോ ഫസ്റ്റ് ഇപ്പോൾ വിശന്നിരിക്കണ പട്ടിയുടെ മുമ്പിൽ പറയാം കളിക്കാൻ. ബാസ്ക്യോ വന്നേ.
നമ്മൾ അങ്ങ് പോയപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ കുഴ പൊട്ടിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മളൊരു പുതിയ ഹാൻഡ് ബാഗ് വാങ്ങി. ഞാനിങ്ങനെ ബാഗ് ഇടുമെങ്കിൽ സൈഡൊന്നും നോക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെയൊന്നും പോവാറില്ല. വർക്കൊക്കെ ചെയ്യുന്ന സമയത്താകുമ്പോൾ നമ്മൾ എല്ലാം കറക്റ്റ് നോക്കിയൊക്കെ പോകുള്ളൂ. നല്ല തിരക്കുള്ള ബസ്സിലായിരിക്കും അന്ന് കയറുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഞാൻ സ്ഥിരം ബാഗ് വാങ്ങുന്നൊരു കടയിൽ നിന്നുണ്ട്. സ്റ്റാൻഡിൽ തന്നെയുള്ളൊരു കടയാണ്. അവിടെ അവരുണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം അവിടുന്ന് ഞാൻ പുതിയൊരു ബാഗ് വാങ്ങി. പഴയ ബാഗ് പോലെ തന്നെയുള്ള ബാഗ്. എന്നിട്ട് പഴയ ബാഗിലെ സകല സംഭവങ്ങൾ ഇതിലേക്ക് മാറ്റി. പക്ഷേ പഴയ ബാഗ് നമ്മൾ കളഞ്ഞില്ല. നമ്മൾ അവിടെ നിന്ന് ഒരു കൂട് വാങ്ങി അതും കയ്യിൽ പിടിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളയാൻ തോന്നുന്നു. അയ്യോ പട്ടി കൊതി കുത്തി ഓടി അടക്കും എൻ്റെ പാട്ടിക്കൂട്ടെ. ഇങ്ങ് വന്നേ ഇങ്ങോട്ട്. എനിക്കിപ്പോ ഒന്നും വേണ്ടപ്പോ. വേണ്ട എനിക്ക് നായിക്ക് വാങ്ങി വെള്ളം കുടിക്കാൻ നീ അവിടെ നമുക്ക് നീയല്ലേ എപ്പോഴും വെള്ളം എടുക്കണം. എനിക്ക് മിഠായി വേണ്ട. മിഠായി വേണ്ട, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. ഈ ചെറുക്കൻ്റെ ജയൻ വീലിൽ കയറ്റിട്ട് പേടിച്ച് വിറച്ച മിഠായി കഴിക്കോടാ. നല്ല മിഠായി. അയ്യടി അയ്യടി കള്ളി തീപ്പട്ടിക്കോലെ ഒരയ്ക്കുമ്പോ കത്തും മിഠായി കഴിച്ചില്ല പാലാട്ടി. എന്താണെങ്കിലും പിള്ളേർക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ പറയണോണം ഒരു റൈഡറിൽ കയറാൻ 100 രൂപ പാസ്. അത് കുറച്ച് കൂടുതലല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഈ അവിടെ എത്രയോ ജോലിക്കാരില്ലല്ലേ, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. പിന്നെ ഈ സംഭവങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അതൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ നമ്മൾ ഫുള്ളങ്ങനെ കയറി കണ്ടിറങ്ങി വരുമ്പോൾ അവർ മാത്രം കാണാൻ ഉള്ള ഒരു ഇതായിട്ടും എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്നാലും അടിപൊളിയായിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് താങ്ക്സ്. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നാലല്ലേ. നമ്മളേതായാലും കടലിൻ്റെ അടിയിലേക്ക് പോകുന്നില്ലല്ലോ. ഇതെൻ്റെ ക്ലാസ് അല്ല. ഹേ ആണോ? ഒറ്റയടിക്ക് വെള്ളം കുടിക്കരുത്. എനിക്ക് വയ്യാത്തോണ്ട് കുടിച്ചതാണ് കേട്ടോ. കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഷൂവിനകത്ത് കയറിയിരുന്ന എൻ്റെ വിരലുകളൊക്കെ അങ്ങോട്ട് ആവിച്ച്. ഇത് പിടിക്കണം. പൊന്നോ, ഞാൻ ഇടാതെ വെച്ചിരുന്നൊരു ഷൂ ഇട്ടുണ്ടോ പോയത്. ചുരിദാറൊക്കെ ആയതുകൊണ്ട് കേട്ടോ. ഇതാ ആൻസൂട്ടൻ എൻ്റെ ഷൂ ഇട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്നതായിരിക്കും. അത് ആൻസൂട്ടൻ്റെ ഷൂ എനിക്ക് ഇടാൻ തന്നിട്ടോ. എൻ്റെ ഷൂ ഇതായിരുന്നു ഭേദം. നിൻ്റെ ഷൂ ആയിരുന്നു ഇടാൻ ഭേദം. എൻ്റെ ഷൂ കാലിൽ തിങ്ങി ഞെരിഞ്ഞിരുന്നത്. ശരിക്കും ഈ ഷൂ ആ കടയിലുണ്ടല്ലേടാ. എനിക്ക് ഒരെണ്ണം വാങ്ങണം. എൻ്റെ കാലിനപ്പം നീളം വെച്ചോന്ന് ഡൗട്ട്. ഇത്രയ്ക്ക് തിങ്ങി ഞെരിഞ്ഞിരിക്കുക. ആൻസിൻ്റെ ഷൂ എനിക്ക് കറക്റ്റാട്ടോ. ആൻസിൻ്റെ ചെരുപ്പ്. കാരണം ഞാൻ ചെറുതാണ് കൂട്ടുകാരെ. ഈ ആൾക്കാർ ഉദ്ദേശിക്കുന്ന മട്ടൊന്നും അല്ല നമ്മൾ. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും. കണ്ടവരൊക്കെ ഓടി ഓടി വന്ന് മിണ്ടുന്നുണ്ടായിരുന്നേ. അതോ മിണ്ടി അങ്ങ് പോവുമായിരുന്നു. ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് താങ്ക്സ്. കുറച്ച് 2-3 കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഭയങ്കര തിരക്കും ആവിയും സന്ധ്യ ആവുന്നതിൻ്റെ വെപ്രാളം. ഇത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണ്ടായിരുന്നു. നമ്മൾ വണ്ടി വിളിച്ചൊന്നും അല്ല പോയെ. പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ മറൈൻ എക്സ്പോയുടെ അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് അവിടെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ഒരു വണ്ടി പോലും കിട്ടുമോയെന്ന് ഓർത്തെ. പണ്ട് സർക്കസ് കാണാൻ പോയപ്പോൾ അവിടെ ഒരു വണ്ടി തൊണ്ടിയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ പൊന്ന് ദൈവം, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു വണ്ടി കിട്ടുമോയെന്ന് ഓർത്ത്. സന്ധ്യ ആയില്ല, 6 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ വണ്ടി കിട്ടി. അമ്പലത്തിൽ മണിയടിക്കുക, ദീപാരാധന. അമ്പലത്തിൽ മണിയടിക്കണോട് ഞാൻ മിണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥിക്ക. കളരി പരമ്പര ദൈവങ്ങളെന്നും പറഞ്ഞ് നിൽക്കണം. ദീപാരാധന ഒരുപാടാ. തൊട്ടടുത്താണെങ്കിൽ വൈകിട്ട് അവിടെ വരെ പോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്പലത്തിലൊക്കെ പോണത്. ഓക്കെ, മറൈൻ എക്സ്പോയുടെ അവിടെ നിന്ന് വണ്ടി കിട്ടി. അവിടെ നിന്ന് നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെ വന്നിറങ്ങി. എൻ്റെ ചിന്ത നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് നമുക്ക് മുതലക്കുടത്ത് ഇറങ്ങണം. അരി തീരാറായി. അപ്പോൾ നമുക്ക് അരി വാങ്ങണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സന്ധ്യ ആവാൻ തുടങ്ങി. നമ്മൾ ബസ് ഇങ്ങനെ വളഞ്ഞ് ചുറ്റി നിർത്തിയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാകും. എങ്കിൽ പിന്നെ 100 രൂപ കൂടുതലല്ലേ ആകത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ സ്റ്റാൻഡിൻ്റെ താഴെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. സെൻറ്റ് ജോർജ്, ഒരു നല്ല ചേട്ടനായിരുന്നു, നല്ല പ്രായമുള്ളൊരു ചേട്ടനായിരുന്നേ. അപ്പോൾ അപ്പയുടെ പോലെയൊക്കെ പ്രായമുള്ളൊരു ചേട്ടനെ, മുതലക്കുടത്ത് വീടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ്റെ വണ്ടി വിളിച്ച് നമ്മൾ മുതലക്കുടത്ത് വന്ന് അരിയും വാങ്ങിച്ചു. ആൻസുകുട്ടൻ്റെ ന്യൂ ഇയറിനുള്ള പൊട്ടിക്കാനുള്ള പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ സെയിം നമ്മൾ കമ്പിത്തിരിയും വാങ്ങിച്ച ആ ഒരു വലിയ മത്ത. അപ്പോൾ അത് വലിയത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ വീഡിയോ ന്യൂ ഇയർ വീഡിയോ നമ്മൾ വേറെയാണ് ഇടുന്നത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ വരത്തുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തെന്നൊക്കെ കാണിച്ചു. ബാഗ് ഒന്ന് ഊരി തരാമോ? എനിക്ക് വയ്യ.
എടാ നിന്നാടാ കുട്ടാ, ഇതിനകത്ത് എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഹാപ്പി ന്യൂ ഇയർ വന്നതേ. അങ്ങനെ പുതിയ ബാഗ് കൂട്ടുകൂടാൻ എത്തിട്ടോ. പക്ഷെ പഴയ ബാഗ് ഇച്ചിലൂടെ വലുതെന്ന് തോന്നുന്നു. ഇതൊരു കുറേ വർഷം പഴക്കമായ ചുരിദാറാണ്. ഈ ട്രെൻഡ് അല്ലേ. അവിടെ നിന്ന് വാങ്ങിയ കാര്യം കാണിക്കടാവേ. കമ്പിത്തിരി മത്താപ്പൂ അതൊക്കെ വേറെ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. വേണ്ട, അതിനിപ്പോൾ എല്ലാവരും കണ്ട്, വേണേ കാണിച്ചോ. കമ്പിത്തിരി പൂത്തിരി മത്താപ്പൂവേ പൊഴിച്ചാട്ടെ. ഈവൻ എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ടേബിൾ ടെന്നീസിൻ്റെ ഈ സംഭവം. ശരിക്കും കുഞ്ഞു പിള്ളേർ കളിക്കുന്നതാണ് കേട്ടോ. ഇത് പൊട്ടിച്ച് കളഞ്ഞേക്കുന്നത്. ഉള്ളിൽ കീറിപ്പോയാൽ പിന്നെ തട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം പൊട്ടിക്കണോ? നിൽക്കി ബാക്ക് ക്യാമറ ഇടാം. ഓക്കെ. ആൻസൂട്ടനെ ക്രിസ്മസിന് വാങ്ങിച്ചു കൊടുത്ത് ഉടുപ്പിട്ടാട്ടോ ആൻസൂട്ടൻ എൻ്റെ കൂടെ വന്നത്. ക്രിസ്മസിന് വാങ്ങിച്ചു കൊടുത്തതാ ഈ പാൻറ്. ഈ ഉടുപ്പ് വാങ്ങിച്ചത് പരിസ്ഥിതി ദിന എൻവയോൺമെൻറ്റ് ഡേക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി. പച്ചയും ചുവപ്പും എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷന്. 2 ബോളും ഉണ്ടായാലും ഒരു ബോൾ പോരടാ നമുക്ക്. ഒരെണ്ണം പോകുമ്പോൾ നമുക്ക് അടുത്ത ബോൾ ഇട്ടടാ. എനിക്കിങ്ങനെ തട്ടാനുള്ള ഉന്നമൊന്നും ഇല്ല കേട്ടോ. അന്ന് ഉന്നയില്ലാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. അത് 2 ദിവസത്തേക്കേ കാണത്തുള്ളൂ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. എടാ ബൾബൊക്കെ പൊട്ടി പോകൂടാ. എടാ നീ കാണിക്കടാ ചേർക്കാ. എടാ കാണിക്കടാ. അങ്ങനെ അത് 2 എണ്ണം ചുമ്മാ തട്ടിപ്പാ. വെക്കടാവേ. എന്ത് കാണിക്കാനാന്ന് അറിയത്തില്ല. ഈ ചെറുക്കൻ്റെ പേർക്ക് പെണ്ണ് കെട്ടാറായി. ഇപ്പോഴും ഈ കളിപ്പാട്ടം. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യൻ്റെ പൊന്നോ. അങ്ങനെ അത് പിന്നെ കുറേ മുട്ടായി വാങ്ങിച്ചു കൊടുത്തു. പിന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ നൊസ്റ്റാൾജിയ. അത് അരിയാട്ടോ. നൊസ്റ്റാൾജിയ മിഠായിസ്. പോടാ ആ ടവൽ അലക്കണം. ഞാൻ ഐസ്ക്രീം തുടച്ചതാ. എൻ്റെ ബാഗ് പൊട്ടിപ്പോയി. എനിക്ക് ജീവനായ എൻ്റെ ബാഗ്. എന്നാ രസമായിരുന്നു ആ ബാഗ്. ഇത് എവിടെ നിന്ന് വാങ്ങി? നീ അത് വലിച്ചു പൊട്ടിക്കില്ലേ? ഞാനത് സെറ്റാക്കിക്കോളാം. എനിക്ക് എന്നാ ഇഷ്ടമുള്ള ബാഗാണെന്നറിയാം. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ബാഗ്. നമ്മൾ അതെ കുറച്ച് വിത്ത് വാങ്ങിച്ചു. അതിപ്പോൾ എല്ലാവരും കണ്ടതാണ് കേട്ടോ. നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടണം. നമുക്ക് ചട്ടി വാങ്ങിയിട്ട് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ചട്ടി, ഡ്രോ ബാഗ് ചട്ടി എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് നടാം. ഇത് മുറ്റത്തൊക്കെ വെച്ചാൽ കിട്ടുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വെണ്ടയ്ക്ക അല്ല, ഇത് ചെടിമുരിങ്ങയായത്. ചെടിമുരിങ്ങ 2 എണ്ണം ചെടിമുരിങ്ങയാണ് ഞാൻ എടുത്തത്. ഇച്ചിരി മുരിങ്ങയില തിന്നാൻ കൊതിയാട്ടോ, സത്യം പറയാലോ. ഞാൻ ഈ ചെടിമുരിങ്ങ വാങ്ങിയിട്ട് പണ്ടത്തെ വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ബീൻസാടാ, ബീൻസിൻ്റെ പരിപ്പാ. അത് ബീൻസ്. പിന്നെ ഇത് സുന്ദരി ചീര. അത് സുന്ദരി ചീര. പിന്നെ ഒരു കവർ. ഓക്കെ. എടാ ഇത് ഈ കവറിൽ തന്നെ ഇട്ട് വെച്ചാൽ നമുക്കത് നടണം. അധികം താമസിക്കാതെ നടാം. ഈ ചുരിദാറിലല്ലേ കൂട്ടുകാരെ, ഈ ചുരിദാറിൽ ഇങ്ങനത്തെ മിറർ വർക്കൊന്നും ഇല്ല. ഇത് ഞാൻ വെച്ചതാണ് കേട്ടോ. ഈ ചുരിദാർ എവിടെയോ പോയപ്പോൾ ബസ്സിൽ കൊണ്ടുപോയി കുത്തി കീറിയായിരുന്നേ. അങ്ങനെ കുത്തി കീറിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഓട്ട വന്നു. അപ്പോൾ ഇത് വീട്ടിലിട്ട് കളയാൻ എനിക്ക് സങ്കടം തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചുരിദാറായിരുന്നു. ഞാൻ അങ്ങനെ കണ്ണാടിയും വാങ്ങിച്ച് മിററും വാങ്ങിച്ച് ഈ മിററിന് ചുറ്റുമുള്ള ഫ്രെയിമും വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. കണ്ണാടി പശ വെച്ച് ഒട്ടിച്ചു. ഈ ഫ്രെയിം ഞാനങ്ങ് തയ്ച്ച് പിടിപ്പിച്ചു. പശ വെച്ചൊന്നും ഒട്ടിക്കാൻ നിന്നില്ലേ, പറഞ്ഞു പോകുമെന്ന് ഓർത്ത് തയ്ച്ച് പിടിപ്പിച്ചാൽ കുഴപ്പമില്ലോ. അങ്ങനെ ഇത് ഫുൾ ബോഡി ഇങ്ങനെ അവിടെയൊക്കെ ആയിട്ട് വെച്ചപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായി. അപ്പോൾ എൻ്റെ ഐഡിയ ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറയണം. പിന്നെ കുറേ നൊസ്റ്റാൾജിയ മിഠായി, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള മിഠായി ഒക്കെയാണ്. അതൊക്കെ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പം എനിക്കത് മൊത്തത്തോടു കൂടി ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോരാൻ തോന്നിയേ. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് 20 രൂപയാണ് വില. പണ്ട് 5 പൈസയ്ക്ക് ഒത്തിരി കിട്ടിക്കൊണ്ടിരുന്ന സാധനമൊക്കെയാണ് ഇപ്പം ഇങ്ങനെ കിട്ടിയത് കേട്ടോ. 20 രൂപ. അപ്പോൾ വിലയുടെ വ്യത്യാസം അതുപോലെ വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മിഠായിയൊക്കെയാണ്. ഇതിന് ഞങ്ങൾ പണ്ട് പുളുമിഠായി എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ നിൽക്കാം, ഇതിൻ്റെ പേരെന്തുവാടാ മോനെ? റോയൽ. ഇത് പണ്ടത്തെ മിഠായി ആണ് കേട്ടോ കൂട്ടുകാരെ. ബാക്ക് ക്യാമറ ഇട്ടുതരാം. ഇത് കണ്ടോ, ഇത് കാണിച്ചാൽ കൊണ്ടുപോകാൻ ഓരോന്നോരോന്ന് കൊണ്ടുപോവാ. പിന്നെ ഇത് പണ്ടത്തെ കോലുമിഠായി കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന ലോലിപോപ്പ് പോലെയല്ല, പണ്ടത്തെ കോലുമിഠായി. പിന്നെ ഇത് ഓർക്കുന്നുണ്ടോ? ഈ മിഠായിയൊക്കെ ഓർക്കുന്നുണ്ടോ? തക്കാളിയോ എന്തൊക്കെയാണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്? കുതിരയൊക്കെ ഓക്കെയാ.
പിന്നെ ഇതാ ഇത് മുളക് ഡിസൈനിലുള്ള ഇതിപ്പോൾ റോസാപ്പൂവാണ്. മുളകിൻ്റെ ഡിസൈനായിരുന്നു പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്നത് ആ മിഠായി. പിന്നെ ഇതിന് പഞ്ചാര മിഠായിയോ ഇതിൻ്റെ പേരെന്താണെന്നൊക്കെയാണ് മറന്നുപോയി. തൊട്ടാൽ വളരെ സ്മൂത്താണ് കേട്ടോ. പിന്നെ അടുത്തതാ പോളോ അല്ല, ഗ്യാസ് മിഠായി. ഇതാണ് ഗ്യാസ് മിഠായി. പോളോ ഇതുപോലൊക്കെ ഇരിക്കും. ഇത് ഗ്യാസ് മിഠായി. ഇതും പണ്ടത്തെ ഒരു മിഠായി ആണ് കേട്ടോ. ഇതിന് കബക്കെട്ടോ കമർക്കട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പേര് പറഞ്ഞുപോയി. ഇത് ശർക്കര മിഠായി പോലെയുള്ളൊരു മിഠായി. പിന്നെ ഇത് കൂട്ടുകാരെ വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനങ്ങ് കിടന്ന്, എനിക്ക് വയ്യായിരുന്നു, പേടിച്ച് വരച്ചേ ജയൻവീലിലൊക്കെ പോയിരുന്ന സൗണ്ട് കേൾപ്പിക്കരുതേ. പേടിച്ച് വരച്ച് ജയൻവീലിലൊക്കെ കയറിയിരുന്ന ആൻസൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് വല്ല അറ്റാക്കും വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. എനിക്ക് കയറാൻ എനിക്ക് പേടിയാടാന്ന് പറഞ്ഞ് ഞാൻ എന്തെന്ന് കയറത്തില്ല. അന്നേരം അവസാനം ഇവൻ്റെ വേറെ കൈ പ്രയോഗം, ഞാൻ എന്നെ തന്നെ കയറ്റുമെന്നൊന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എനിക്ക് എന്താണെങ്കിലും അതിൽ കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഉയരത്തിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനെ ചോദിക്കണം. ഇപ്പം അത്രയ്ക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ, വേറെ ആരും ഇല്ലല്ലോ സാധിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ കച്ച കെട്ടി അങ്ങ് ഇറങ്ങി. എന്നിട്ട് പോയിട്ട് പാസ് എടുത്തപ്പം തരാനിരുന്ന പെങ്കൊച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ അടിപൊളിയാണെട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് കയറാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളതിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, സ്പീഡൊന്നും നമ്മൾ അറിയില്ല. പിന്നെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ മാത്രം ഒരു ബെഞ്ചിനകത്തൊരു പിടപെടണം. പിന്നെ ഇങ്ങനെ കറങ്ങി താഴേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായുവിൽ ഇങ്ങനെ ഒഴുകി വരും പോലെ തോന്നും. അത് മറ്റേ വായുമർദ്ദത്തിൻ്റെ ഒക്കെയാണ് കേട്ടോ. മുകളിലേക്ക് പോകുന്ന കല്ല് താഴേക്ക് വരുന്നതിൻ്റെ ആ ഗുരുത്വാകർഷണവും അതിൻ്റെയാണ് നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ. എന്തായാലും ആൻസൂട്ടിൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു. പിന്നെ വലിയതായിട്ട് കറങ്ങണതിൽ കയറാൻ പറഞ്ഞു. അല്ല കയറി ചിലപ്പോൾ എനിക്ക് പ്രഷർ ലോ ആവുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തല ഇറങ്ങിയേക്കും. പിന്നെ നമ്മുടെ വീഗാലാൻഡൊക്കെ പോയപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് അതിലൊക്കെ പോയി കയറിയതാണ് കേട്ടോ. ഭയങ്കര സ്പീഡ്, അത് അത്രയും സ്പീഡ് ഇവിടെ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി കണ്ടപ്പം. ഭയങ്കരമായിട്ട് ഇങ്ങനെ കറങ്ങി. പിന്നെ ഈ 100 രൂപ കൊടുത്ത് വെറുതെ കറങ്ങി പേടിക്കണമെന്ന് ഞാനങ്ങ് ഓർത്തു. ഇവനാണെങ്കിൽ ഒരുപാട് സംഭവത്തിൽ കയറുന്ന ആഗ്രഹമുണ്ട്. എല്ലാം കുഞ്ഞു പിള്ളേരുടെ ആയിരുന്നു റൈഡർ വന്നത്. എല്ലാം ഇവൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ അനുഭവങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ആൻസൂട്ടിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്, കുറേ മീനുകളെ കണ്ട് എന്നെ വലിച്ചോണ്ട് ഓടി നടക്കുമായിരുന്നു ഓരോ അക്വേറിയത്തിൻ്റെ മുമ്പിൽ കൂടെ. ദേ പിരാന മത്സ്യം, ദേ ആ മത്സ്യം, ദേ ഈ മത്സ്യം എന്നൊക്കെ പറഞ്ഞ് ഓടി പാഞ്ഞ് നടക്കുമായിരുന്നു. ഹാപ്പി ആയിരുന്നു ഇന്നത്തെ യാത്ര. അൻസോട്ടിന് 3-ാം തീയതി ക്ലാസ് ഉള്ളിട്ട് അൻസോട്ടിന്റെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നേ. എല്ലാ തവണയും 1-ാം തീയതി ക്ലാസ് ഉള്ളതാണ്. പിന്നെ 2-ാം തീയതി മന്നം ജയന്തി അവധി വരുന്നതാണ്. അപ്പം എന്താണെങ്കിലും വീശാൻ എടുക്കാടെ കരണ്ട് പോകുമ്പോൾ. അപ്പം അതെ നമുക്ക് എന്താണെങ്കിലും 3-ാം തീയതി ക്ലാസ്സുള്ള 2 ദിവസം ആൻസോട്ടിന് വിളിച്ച് നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. ദൈവം എന്നെ വെറുതെ ഇരുത്തത്തില്ല കേട്ടോ. ഈ സാധനം ഈ വിത്ത് നട്ടിട്ട് എവിടെ വെളിയിൽ വെക്കൂടെ ആൻസൂട്ടാ? വിത്ത് ഒന്ന് മുളയ്ക്കുന്നത് വരെ നമുക്ക് ഇവിടെ എങ്ങാനും വെച്ചേക്കാം. ചെടിയിലൊക്കെ വെച്ചാൽ ശരിയാവത്തില്ല. ചെടിയിൽ വെച്ചാൽ ഒരു ഉറപ്പില്ല. എന്ത് ചെയ്യൂടാ? അതെന്തുവാണ് തലക്കടൊക്കെ കയറിയ ഓടാ. അപ്പൊ നമ്മൾ വീണ്ടും പുതിയ ശേഷമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എന്ന് ഇതെടുത്ത് കൈ പിടിച്ചാൽ എല്ലാ കളറും ഉണ്ട്. അപ്പൊ വീണ്ടും പുതിയ ശേഷം വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.